വെളിച്ചം ദുഃഖമാണുണ്ണി തപസ്സല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇരുട്ടത്തുനിന്ന് അങ്ങോട്ട് ഇന്നത്തെ രാത്രി പരിപാടി അങ്ങോട്ട് തുടങ്ങണം കേട്ടോ. അപ്പോൾ നേരെ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരുന്നുണ്ട് മഴ പെയ്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ലൈറ്റൊന്ന് ഓഫ് ചെയ്തതാണ്. അമ്മ ടി വിയുടെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. സോഫയിലൊക്കെ വന്നിരുന്ന് നമ്മുടെ കണ്ണിൽ മൂക്കിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ട്. എനിക്ക് കുഞ്ഞു കുഞ്ഞു പ്രാണികളതിനെ പേടി, വലിയ വലിയ സാധനങ്ങളെയൊന്നും വലിയ പേടികളൊന്നുമില്ല കേട്ടോ. തവളേനെയൊക്കെ ഏറ്റവും പേടിയുള്ളത് തവളേനെയാണ് കേട്ടോ. അപ്പോൾ മാഷിന്ന് വൈകുന്നേരം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സകല സാധനങ്ങളും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം നേരെ അതൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഇച്ചിരി തക്കാളിയൊക്കെ ഇട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയൊക്കെ തുടയ്ക്കുന്നുണ്ട്. നമ്മുടെ കുടിക്കാൻ വെള്ളം ഒന്നുകൂടി ചൂടാക്കിയെടുക്കണം. എനിക്ക് നല്ല ചൂട് വേണം കേട്ടോ വെള്ളം കുടിക്കാൻ. അമ്മ എപ്പോഴും പറയുന്നതാണ് തൊണ്ട പൊള്ളുന്ന ചൂടിലാണ് അവൾ വെള്ളം കുടിക്കുക. പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ കുടിച്ചാലേ എൻ്റെ ദാഹം തീരുള്ളൂ, കുടിച്ചൊന്നും തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ മസാലയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ അതിനകത്തോട്ട് ഇട്ടു. ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി അടുക്കളയുടെ ഭാഗമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം അടുപ്പൊന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി എടുക്കാൻ. കുറച്ച് ദിവസമായി ഞാൻ സോപ്പിട്ട്, കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസമായി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൻ്റെ അടിഭാഗമൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. അടുപ്പിൻ്റെ മേൽഭാഗം നമ്മൾ ഈ എണ്ണയൊക്കെ തൂവല്ലോ, അപ്പോൾ ലാസ്റ്റ് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് വേഗം ഞാൻ എന്ത് ചെയ്തു, മീൻകറി റെഡി ആയപ്പോൾ നേരെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ ചോറ് ഇച്ചിരി കുറയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാൻ രാത്രിയാണ് ചോറുണ്ടുന്നത്. ഇപ്പോൾ രാത്രി ചോറിനത് മാറ്റിയിട്ട് ഞാൻ ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡായിട്ടുള്ള എന്തെങ്കിലും സാധനം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെ കുറച്ചിട്ടും കാര്യമില്ല, തൈറോയിഡ് ഉള്ള കാരണം ഇഷ്ടമുള്ളപ്പോൾ വണ്ണം കുറയും, ഇഷ്ടമുള്ളപ്പോൾ വണ്ണം കൂടുന്ന പറഞ്ഞ അവസ്ഥയാണ്. നമ്മൾ എത്ര ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിക്കാനിരുന്നപ്പോൾ മീൻകറി കൊണ്ടു കൊടുത്ത് പറഞ്ഞ് എനിക്ക് മീൻകറി വേണ്ട, കടലക്കറി മതിയെന്ന്. എന്തോ ഭാഗ്യത്തിന് കടലക്കറി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പുമാവും കടലക്കറിയും കൂട്ടി ആൾ കഴിച്ചു. പിന്നെ ഞാനും കൂടെ കഴിക്കാനിരിക്കണം. അപ്പുറത്ത് അമ്മയും ചോറുണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടം വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.